അബാക്കസ് എന്ന് പറയുന്ന ടീം അംഗങ്ങൾ ഞങ്ങൾ ഈ വർഷം ഈ സ്കൂളിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതിൻ്റെ പാർട്ടായിട്ട് സാറിനോട് ഒന്ന് സംസാരിച്ചപ്പോൾ സാറിനോട് ക്യാമ്പിനെ പറ്റി പറഞ്ഞു. സാറ് പറഞ്ഞു എന്തായാലും ഇവിടെ ഒരു ക്യാമ്പ് ഞങ്ങളെ കുട്ടികൾക്ക് കൊടുക്കണം, അവർക്ക് എന്താണെന്ന് അറിയണം എന്ന് വിചാരിച്ച് ഞങ്ങളോട് ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ ഇന്ന് ഈ ഒരു ഡേറ്റിന് സംഘടിപ്പിച്ചേക്കുന്നത്. ഓക്കെ, ഞങ്ങളെ കോർഡിനേറ്റേഴ്സും ഞങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളെ ക്ലാസ്സിലോട്ട് മാറ്റി ക്ലാസ് എടുക്കും. Add 4, add 1, minus 6, add 5, add 4, minus 5. Understand that? പതുക്കെ കൊണ്ടുവന്ന് ഇതിനെ പുറത്ത് വെക്കാം. പക്ഷെ ഇത് ചെയ്യാൻ പാടില്ല, ബോള് താഴെ പോകാൻ പാടില്ല. താഴെ പോയാൽ ഔട്ടാവേ. ലോവർ പാർട്ടിന്ന് 4 പീസ് ഒരുമിച്ച് ആഡ് ചെയ്യണം. ഇപ്പൊ എത്രയായി വാല്യൂ? 9. കൗണ്ട് ചെയ്തേ. 5 6 7 8 9. അബാക്കസ് വാല്യൂ 9. ടീച്ചർ ഓരോ നമ്പറുകൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? മൈൻഡിലത് നമ്മുടെ വാല്യൂ ബാറിലെ ടച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾ മൈൻഡിലേക്ക് ടീച്ചർ ചോദിക്കുന്ന ഒരാള് എന്ത് പറയണം? വാല്യൂ എത്രയാണെന്ന് പറയണം. ഓക്കെ, റെഡി ആണോ എല്ലാവരും? ഓക്കെ, പറയട്ടെ. നമ്മുടെ 1 from മൈൻഡിൽ വന്ന എല്ലാവരും ആഡ് 1. എത്രയായി വാല്യൂ? 1. Again add 1. ഒരു മീനും കൂടി നമ്മൾ എന്ത് ചെയ്യും? എത്രയായി വാല്യൂ? 2. ഒരു 4 ആൾക്കാർ വരുന്നു. അപ്പൊ നിങ്ങൾക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് 2 ബോയ്സും 2 ഗേൾസും വേണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ. ആർക്കൊക്കെ അറിയാം? ആരാ പറഞ്ഞേ? ദ്രൗപദിക്കും ആരാണ്? ഇതാണ് നെക്സ്റ്റ് പേഴ്സൺ. ഇത് ആരാണെന്ന് അറിയാം?
ഓക്കെ? ഓരോ കാർഡിനകത്തും പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ്സ് ടൈം തരും. ഇവിടെ വന്ന് നിൽക്കുക. 10 സെക്കൻഡ്സ് കൊണ്ട് ഈ പിക്ചേഴ്സ് ഒന്ന് നോക്കുക. അതിനുശേഷം ഇത് നോക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഞാനൊരു ബോർഡിനകത്ത് ഒരു സ്ക്വയർ വരച്ച് അതിനെ ഞാനൊരു 9 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനകത്ത് നമ്പേഴ്സ് എഴുതിയിരിക്കും. ഈ നമ്പറിനകത്ത് ഈ നമ്പർ ഇട്ടിരിക്കുന്ന പിക്ചർ ഏതാണോ ആ കോളത്തിനകത്ത് ആ പിക്ചർ വരയ്ക്കണം. 10 സെക്കൻഡ്സ് ടൈം നോക്കാൻ വേണ്ടി തരും. ഓക്കെ അല്ലേ? മുകളിലേക്ക് കൊണ്ടുവരണം. 2 വീടാണെങ്കിൽ 2 വീട് കൊണ്ടുവന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ. ക്ലിയർ ബാക്ക്. Add 2. Again add 2. Minus 2. Minus 1. Add 3. Minus 4. Add 2. Add 1. Again add 1. Minus 1. Again minus 1. Again minus 1. കൊണ്ടുവരാം. അപ്പൊ വീണ്ടും 1 ഉള്ളൂ, 5 ആണ്. ലോവർ വീക്ക് 4 ഉണ്ട്. ശരിയാണേ? ക്ലിയർ ബാക്ക്. ക്ലിയർ ബാക്ക് വാല്യൂ എത്രയാ? 0. എത്രയാണ്? 0. ഓക്കെ. Add 2. Again add 2. Add 5. Minus 4. Add 2. Minus 7. Add 3. Add 1. Minus 4. Add 5. Add 1. Again add 1. Answer? 7. Okay. Here others. Add 2. Again add 2. Minus 2. Add 1. Again add 1. Add 5. Minus 2. Again minus 2. Minus 5. Add 2. Add 1. Again add 1. Add 5. Minus 9. Add 3. Minus 1. Add 2. Answer is 4. Okay. എന്റെ പേര് ആദ്യ. ഞാൻ 8 മണിയിലാണ് പഠിക്കുന്നത്. അബാക്കസിന് മുമ്പ് എനിക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു. പഠിച്ചിട്ടുണ്ടായിട്ട് എന്നാലും അത്ര ക്ലിയർ അല്ലായിരുന്നു. ഇപ്പൊ ടീച്ചർമാർ വന്ന് പഠിപ്പിച്ചപ്പോ കുറെയൊക്കെ മനസ്സിലായി, നല്ലപോലെ മനസ്സിലായി. മാത്സിനെ ചെയ്യാൻ നല്ല എളുപ്പമുണ്ട്. ടീച്ചർമാർ പറഞ്ഞ രീതി ചെയ്ത് നോക്കിയപ്പോ നല്ല കൺഫർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ പേര് അനഘ. ഞാൻ 8ാണ് പഠിക്കുന്നത്. എനിക്ക് മാത്സ് നല്ല വിശേഷമില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്സ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് വളരെ എളുപ്പമായിട്ട് പഠിക്കുന്ന ടീച്ചേഴ്സ് എന്റെ പേര് അനിജ്. ഞാൻ കേൾക്കുമ്പോ അപ്പം എനിക്ക് കുറച്ച് അറിഞ്ഞില്ലേ. ഇന്ന് ക്ലാസ്സിൽ വന്നപ്പം കുറെയൊക്കെ മനസ്സിലായി. കണക്കൊക്കെ കുറച്ച് എളുപ്പത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് താഴെ വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം എനിക്കൊരു ഒരു കൺഫ്യൂഷൻ. ക്ലാസ് ക്ലാസ്സിലെല്ലാം കഴിഞ്ഞപ്പം എല്ലാം മാറി. ഓക്കെ, ക്ലാസ് കൊള്ളായിരുന്നു. അപ്പൊ നിങ്ങൾ രാവിലെ വന്നതുപോലെ അല്ല ഇപ്പൊ നിൽക്കുന്നത്. രാവിലെ നമ്മൾ ഇവിടെ കൂടിയപ്പോൾ നിന്ന ആളുകളല്ല ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അല്ലേ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞു. അത് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ, ബാക്കിയുള്ള ആക്ടിവിറ്റീസിലെല്ലാം നിങ്ങൾക്കത് പ്രയോജനകരമായിരിക്കും. നമ്മുടെ ക്ലാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള 1-2 പേരുടെ കുട്ടികളുടെ അഭിപ്രായങ്ങളൊന്ന് കേട്ടാൽ കൊള്ളാം. എൻ്റെ പേര് അശ്വിൻ. ഇവിടെ നടത്തിയ അബാക്കസ് ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായി. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പഠിക്കാൻ കഴിഞ്ഞു.
മാത്സ് കുറച്ച് കുഴപ്പമായിരുന്നു എനിക്ക്, പക്ഷേ അതിപ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നു. വരുന്ന ടീച്ചർമാരെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലാസ്സാണ് ഇവിടെ നടത്തിയത്. ഈ ക്ലാസ് തുടർന്ന് എല്ലാ ദിവസവും നടത്തണമെന്നാണ് എൻ്റെ ഒരു ഇത്. നല്ല ക്ലാസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നല്ല എൻജോയ് ആയിരുന്നോ? രാവിലെ ഞാൻ എന്താ പറഞ്ഞേ? മെഡൽ മാത്സ് അല്ലേ? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയാൻ പറ്റിയോ? ആ ഇനി ഞാൻ ചോദിക്കട്ടെ, റെഡിയാണോ? ആ റെഡിയാണോ എല്ലാരും? ചോദിക്കട്ടെ. add 5 minus 4 minus 5 add 2 again add 2 add 5 minus 9 add 5 add 4 minus 5 minus 4 add 2 again add 2. മനസ്സിലായോ? അതിശയമാണ്. എല്ലാവരും ഒരേ ആൻസർ പറഞ്ഞില്ലേ അല്ലേ? എത്രയോ നമ്പറുകൾ ആഡ് ചെയ്യാനാണ് സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. നിങ്ങളത് ഇന്ന് കിട്ടിയ ഒരൊറ്റ ക്ലാസ് കൊണ്ട് അതിൻ്റെ ആൻസർ എല്ലാവരും ഒരുപോലെയാണ് പറഞ്ഞത്. ഇതാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മളത് തുടരുന്നത് കേട്ടോ. ക്ലാസ്സുകൾ ഇനി നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതായിരിക്കും. എല്ലാ കുട്ടികളും അതിൽ കൂടെ പങ്കെടുക്കണം. അപ്പോൾ ഇന്ന് വന്ന് അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഇത്ര കാര്യമായിട്ട് പരിഗണിച്ച് അവരുടെ ആ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് ഇതിൻ്റെ ലീഡറായിരിക്കുന്ന ടെസ്റ്റീന ടീച്ചർക്ക് പ്രത്യേകം നന്ദിപുരം സ്കൂളിലെ പേരിലുള്ള നന്ദി പറയുകയാണ്. നമ്മൾ എത്ര മണി വരെ പറഞ്ഞിരുന്നത്? നമ്മൾ ടൈം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നോക്കി. കൃത്യമായി ഇപ്പം 3 മണി കഴിഞ്ഞ് 1 മിനിറ്റായി. അപ്പം നമ്മുടെ ടൈം കീപ്പിങ്ങും നമ്മുടെ കൊച്ചിലെ മുതൽക്ക് തന്നെ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വരികയുണ്ടായി. ഉച്ചയുടെ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് തന്നെ ക്ലാസ്സിൽ കയറി കൃത്യസമയത്ത് തന്നെ നിങ്ങൾ തിരിച്ചിവിടെ വന്നു. അതുപോലെ നമ്മുടെ ക്ലാസ്സും ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ നിങ്ങൾ എല്ലാവരും തുടർന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അക്കാഡമിക് ഇയർ ക്ലാസ് തുടങ്ങുമ്പോൾ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.